ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദേഴ്സ് കോർണർ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവുലേഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ റിയൽ ആയിട്ട് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് സ്പോൺസേർഡ് വീഡിയോ അല്ല. നിങ്ങളോട് എല്ലാവരും അതുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചത് നിങ്ങൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ അറിയോ ഇല്ലയോ എന്ന്. അപ്പം ഒരു 90% ആൾക്കാരും പറഞ്ഞത് അറിയില്ല എന്നാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി കഴിഞ്ഞ മാസം ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ കഴിഞ്ഞ മാസം ഞാനിവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം തിരക്കിയിട്ട് ഇത് ഓവുലേഷൻ കിറ്റ് അവൈലബിൾ അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ചില മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ഇത് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈൻ വാങ്ങിക്കാന്ന്. അപ്പം ഇതിന്റെ കറക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 450. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഐ നോ എന്നുള്ള കിറ്റാണ്. അപ്പൊ ഇതിനകത്ത് 5 സ്ട്രിപ്പാണുള്ളത്. അതായത് നമ്മുടെ ഓവുലേഷന്റെ ആ ഒരു ഡേ അടുപ്പിച്ചുള്ള 5 ദിവസത്തെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റാണ്. അപ്പോൾ ഇതിന്റെ വില റിയൽ പ്രൈസ് എന്ന് പറയുന്നത് 549 ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പം 460 സംതിങ് ആയുള്ളൂ. അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവരെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാവേ. പറഞ്ഞിരിക്കുന്നത് ഹൗ ഐ നോ വർക്ക്സ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹെൽപ്പ് ടു ഐഡന്റിഫൈ യുവർ മോസ്റ്റ് ഫെർട്ടൈൽ ഡേ ഇൻ എ മന്ത്. അതായത് നമ്മുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസിക്ക് ഏറ്റവും ചാൻസ് ഉള്ള ആ ഒരു 5 ദിവസമാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ദിവസമാണ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഐ നോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡേ, അതായത് പ്രഗ്നൻസിക്ക് ഏറ്റവും ബെസ്റ്റ് ഡേ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് ഫസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഓവുലേഷന്റെ കാൽക്കുലേഷൻ എങ്ങനെയാന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ മതി. മനസ്സിലായെങ്കിൽ അതിനകത്ത് ഒന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനകത്തായാലും കമന്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഐനോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ 15 ദിവസം എന്നുള്ളത് 2 ദിവസം മുമ്പേ ഉള്ളെടുക്കുക. അതായത് നമ്മുടെ ലാസ്റ്റ് മെൻസ്ട്രൽ ഡേറ്റിൽ നിന്ന് പുറത്തോട്ട് 17ാമത്തെ ദിവസം ആ ദിവസം എടുക്കുക. ആ ദിവസം മുതൽ ഇത് ചെക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനപ്പം എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ മെൻസ്ട്രൽ ഡേറ്റ് ഇന്നാണെങ്കിൽ ഇന്ന് മുതൽ ബാക്കിലോട്ട് 17 ദിവസം എടുക്കുക. ആ 17ാമത്തെ ദിവസം മുതൽ പുറന്നോട്ട് അതിനു മുമ്പുള്ള മെൻസ്ട്രൽ ഡേറ്റ് എടുക്കുക. അപ്പൊ ആ 17ാമത്തെ ദിവസം മുതൽ അതിനു മുമ്പുള്ള മെൻസ്ട്രൽ ഡേറ്റ് എത്ര ദിവസമാണോ അത്രയും ദിവസം എടുത്തിട്ട് ഇന്ന് മുതൽ മുന്നോട്ട് എടുക്കുക. അത്രയും ദിവസം എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഡേറ്റ് ആണ് നിങ്ങളുടെ ഈ ഐ നോ ചെക്ക് ചെയ്യേണ്ട സമയം. അപ്പം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതായത് നമ്മുടെ ഓവുലേഷന്റെ 2 ദിവസം മുമ്പ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരാം ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മിസ്സായി പോകാതിരിക്കാനാണ് ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് 5 സ്ട്രിപ്പാണ് ഉള്ളത്. ഇതുപോലെ നമ്മുടെ പ്രഗ്നൻസി കിറ്റില്ലേ അതുപോലെ തന്നെ 5 സ്ട്രിപ്പാണ് ഇതിനകത്തുള്ളത്. 1 2 3 4 5. അപ്പൊ 5 സ്ട്രിപ്പാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇത് ഓരോ ദിവസമാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ചെക്ക് ചെയ്യേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് യൂറിൻ സാമ്പിളിലാണെങ്കിൽ നമ്മൾ ഓവുലേഷന്റെ ചെക്ക് ചെയ്യേണ്ടത് ആഫ്റ്റർനൂൺ സാമ്പിളിലാണ്. അത് ഇന്നിപ്പോ 2 മണി 3 മണി ആ സമയത്താണ് നിങ്ങൾ സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ അതേ സെയിം ടൈമിൽ തന്നെ എടുത്ത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി ഇവരുടെ ഇൻസ്ട്രക്ഷൻസിന്റെ ഇത് ഇവിടെ മാനുവൽ ഒന്ന് നോക്കി നോക്കാവേ. നമുക്ക് ഇതിനകത്ത് മാനുവലിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓവുലേഷൻ എന്നുള്ളത്. ഓവുലേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞു തന്നല്ലേ. ഇല്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ വീഡിയോ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് പിന്നെ പ്രഗ്നൻസി സംഭവിക്കുന്നത് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവര് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഹൗ ഇസ് ഓവുലേഷൻ റിലേറ്റഡ് ടു പ്രഗ്നൻസി അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കണ്ടു നോക്കുക കേട്ടോ. എങ്ങനെയാണ് പ്രഗ്നൻസി ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, അതായത് ഹൗ ഡു ഐ ഗെറ്റ്
പ്രഗ്നന്റ് ഫാസ്റ്റ് എന്നുള്ളത്, അതും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കേ. ഇനി ഹൗ ടു ട്രാക്ക് ഓവുലേഷൻ, അത് നമ്മൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പത്തെ കാര്യം നോക്കട്ടെ. അപ്പൊ നമ്മൾ ഐനോ ചെക്ക് ചെയ്യേണ്ടത് ഉള്ളതാണ് പറഞ്ഞത്. അതും കാൽക്കുലേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ എത്ര ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത്. ഇപ്പം 28 ഡേയ്സ് ആണെങ്കിൽ 28 ഡേയ്സ്, 30 ഡേയ്സ് ആണെങ്കിൽ 30 ഡേയ്സ്. അതായത് നിങ്ങളുടെ 2 മെൻസ്ട്രൽ ഡേറ്റ് തമ്മിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് വരുന്നു അത്രയും ദിവസത്തെ ആ ഒരു ഡേറ്റ് ദിവസം എടുക്കുക. അതായത് ഇപ്പൊ 28 ദിവസത്തെ ഗ്യാപ്പ് ആണെങ്കിൽ 28 ഡേയ്സ് സൈക്കിൾ, 30 ഡേയ്സ് ഗ്യാപ്പ് ആണെങ്കിൽ 30 ഡേയ്സ് സൈക്കിൾ, അങ്ങനെ എടുക്കാം. അപ്പം അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കിറ്റിനകത്ത് തന്നെ നമ്മൾ പ്രഗ്നൻസി ചെക്ക് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ 3 ഡ്രോപ്സ് യൂറിൻ ഡ്രോപ്പ് ചെയ്യുക. അപ്പോഴത്തേക്ക് 2 ലൈനാ വരുന്നെങ്കിൽ നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 3 ഡ്രോപ്സ് യൂറിൻ ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് കണ്ടോ, ഇതിനകത്തുള്ള ഈ 1 ലൈനാ വരുന്നെങ്കിൽ സ്റ്റാർട്ട് ആയിട്ടില്ല, 2 ലൈനാ വരുന്നെങ്കിൽ, ഇതുപോലെ 2 ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ, അത് 2 നല്ല ഡാർക്ക് കളറിൽ പിങ്ക് കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫെർട്ടൈൽ വിൻഡോ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 5 ഡേയ്സ്, അതായത് ഏകദേശം 3 ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ദിവസം ഒരു 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക, പ്രഗ്നൻസി ആകും. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും, ട്യൂബ് ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻസി ആകും കേട്ടോ. ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 ലൈൻ വരുവാണെങ്കിൽ മാത്രമേ അത് പോസിറ്റീവ് ആകത്തുള്ളൂ. പിന്നെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 ലൈൻ കണ്ടു എന്ന് വിചാരിച്ച് അത് ഓവുലേഷൻ അല്ല കേട്ടോ. വിത്തിൻ 5, അതായത് നമ്മള് യൂറിൻ ഡ്രോപ്പ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ റിസൾട്ട് 2 ലൈൻ വരികയാണെങ്കിൽ നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എന്റെ റിയൽ ടെസ്റ്റ് എനിക്കിപ്പം 28 ഡേ സൈക്കിൾ ആണ്. ഇന്ന് 11th ഡേ ആണ്, എന്റെ പീരീഡ് കഴിഞ്ഞിട്ട് 11th ഡേ ആണ്. അപ്പം നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ടെസ്റ്റ് ചെയ്യാം. അത് ഒറ്റ ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ഇന്നത്തെ ടെസ്റ്റിൽ തന്നെ ഓവുലേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒറ്റ ദിവസത്തെ ടെസ്റ്റ് മതി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 5 കിറ്റില്ലേ, അത് ഓരോ ദിവസമായിട്ട് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ടെസ്റ്റ് പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കാണിക്കുന്നില്ല, 1 ലൈൻ പോലും തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് കാർഡ് എടുത്ത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 ദിവസം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പീരീഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക. പീരീഡ് ആകുവാണെങ്കിൽ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു ഓവുലേഷൻ വെച്ച് തന്നെ ഒരു 6 മന്ത് എങ്കിലും കുറഞ്ഞത് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് കുറഞ്ഞത് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തതിന് ശേഷം വേണം നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ചിലപ്പം ഒരാൾക്ക് പെട്ടെന്ന് ഒരാളിന് പ്രഗ്നൻസി ആകും, ചിലർക്കാണെങ്കിൽ ചിലപ്പം 4-5 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ എടുക്കാം. കുഴപ്പമൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പം PCOD അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ 6 മന്ത് ട്രൈ ചെയ്ത് ഇങ്ങനെ ഒരു ഓവുലേഷൻ വെച്ച് ട്രൈ ചെയ്ത ശേഷം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. യൂറിൻ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർനൂൺ യൂറിനാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് 3 ഡ്രോപ്സ് ആണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്, അതായത് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം, 28 ഡേയ്സ് സൈക്കിളുള്ള ഒരാൾ നമുക്ക് 11ാമത്തെ ദിവസം മുതലാണ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ആഫ്റ്റർനൂൺ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 3 ഡ്രോപ്സ് നമുക്ക് നോക്കാം. 1 2 3 ഡ്രോപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും.
അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 10-15 മിനിറ്റിനുള്ളിൽ നോക്കുമ്പോൾ നമുക്ക് കാർഡിനകത്ത് 2 ലൈൻ കാണാം. അതും ഏകദേശം പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക എങ്കിൽ പോലും നമുക്ക് ആ 5 മിനിറ്റ്സിനകത്ത് തന്നെ പെട്ടെന്ന് റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുന്നത് പോസിറ്റീവാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്. നമ്മുടെ LH വാല്യൂ നമ്മുടെ യൂറിനകത്ത് ഹൈ ആകുന്ന സമയമാണ് നമ്മുടെ ഓവുലേഷൻ സ്റ്റാർട്ടായി, അതല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ടായിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒറ്റ ലൈനേ വരുന്നുള്ളൂ. അതിനകത്ത് രണ്ടാമത്തെ ലൈനിൽ ഒന്നും കാണുന്നില്ല, ലൈറ്റായിട്ട് പോലും കാണുന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകാറായി നോക്കാം. അപ്പോൾ ഇത് നെഗറ്റീവാണ് നമുക്ക് റിസൾട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും നെക്സ്റ്റ് സാമ്പിളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ, അതായത് 13th ഡേയിൽ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാൻ പോവുകയാണ്. കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്പിലേക്ക് ഒഴിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ 3 മണിയിൽ യൂറിൻ സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് സാമ്പിൾ എടുത്തപ്പോൾ അതേപോലെ തന്നെ 3 മണിക്ക് സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക്, അതായത് സ്ട്രിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രിപ്പിലേക്ക് 3 ഡ്രോപ്സ് യൂറിൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ യൂറിൻ ഡ്രോപ്സ് ആഡ് ചെയ്യണം. 1 2 3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 13th ഡേ 28 ഡേയ്സ് സൈക്കിളുള്ള ഒരാളിന് മിക്കവാറും 13th ഡേ തന്നെ നമുക്ക് ഫെർട്ടൈൽ പീരീഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എപ്പോഴാണോ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് ആ ദിവസം മുതൽ 5 ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഓവുലേഷൻ നടക്കും. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് ചാൻസും ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ ഇതിനകത്ത് ഇതേ കാണുന്നുണ്ടോ 2 ലൈൻ? ഫോണിൻ്റെ ക്യാമറയായിട്ട് അറിയുന്നത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, പക്ഷേ 2 ലൈൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഓവുലേഷൻ അതായത് നമ്മുടെ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ സമയത്ത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാർഡും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒന്നിനകത്ത് ലൈനില്ല, ഒന്നിനകത്ത് 2 ലൈനുണ്ട്. അതായത് ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ടായ ദിവസത്തെ. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ് നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് കണ്ടതാണ്. നമ്മുടെ ടെസ്റ്റിനകത്ത് 2 ലൈൻ വന്നിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് എപ്പോഴാണോ 2 ലൈൻ വരുന്നത് അപ്പം നമുക്ക് അവിടെ വെച്ച് നമുക്ക് ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എനിക്ക് 2 ലൈൻ വന്നതുകൊണ്ട് എന്റെ ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ 2 ലൈൻ വന്നതിന് ഫെർട്ടൈൽ പീരീഡ് സ്റ്റാർട്ടായി ഇനി ഒരു 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും പ്രഗ്നൻസി ആകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാട്ടെ അല്ലെ. നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഇൻഫെർട്ടിലിറ്റിയുടെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും